പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനുമാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ. അതിൽ അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ നമ്മളുടെ പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങായി തണലായിട്ട് നമ്മളുടെ കൂടെ ചില ആളുകൾ എത്തും. അതൊരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മളുടെ ഇനി എന്താണ് നമുക്ക് മുന്നോട്ട് ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാത്ത ആ നിർണായക നിമിഷത്തിൽ നമുക്കൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമീപ്യം കൊണ്ട് നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നു എങ്കിൽ അത്തരം ആളുകളെയാണ് ദൈവത്തിന്റെ ചാരന്മാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ മനുഷ്യജന്മം പൂണ്ട ദൈവങ്ങൾ എന്ന് പറയും. മനുഷ്യരൂപത്തിലുള്ള ദൈവങ്ങൾ, അത് തന്നെയാണ് ദൈവത്തിന്റെ ചാരന്മാർ. നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരു താങ്ങായി വരുന്ന അത്തരം ആളുകൾ. പല പ്രതിസന്ധികളും ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളിലും ചിലപ്പോൾ ജീവിതം തന്നെ നിർത്തിയാലോ അല്ലെങ്കിൽ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നിടത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെ എത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് ദൈവത്തിന്റെ ചാരന്മാർ. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ദൈവത്തിന്റെ ചാരന്മാർ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. ശരിയല്ലേ? ഹാവ് എ നൈസ് ഡേ.